നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. ചെറുകുന്നിൽ ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ചെറുകുന്ന് സ്വദേശിനി റംലത്ത്. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചരക്കണ്ടി വേങ്ങാട് മേഖലയിൽ അജ്ഞാത ജീവി ഭീഷണി. ഭയപ്പാടോടെ പ്രദേശവാസികൾ. സ്കൂളുകൾ തുറക്കുമ്പോൾ മക്കളെ സ്കൂളിൽ വിടാൻ ഭയമെന്ന് രക്ഷിതാക്കൾ. പ്രദേശത്തെ വൈദ്യുതി മുടക്കം പരിഹരിക്കണമെന്ന് ആവശ്യം. ലഹരി വിരുദ്ധ സന്ദേശവുമായി ലോക പുകയില വിരുദ്ധ ദിനം. പുകവലിക്കാർ കൂടുമ്പോഴും ബീഡി വ്യവസായം എരിഞ്ഞുതീരുന്നു. ബീഡി തൊഴിലാളിയുടെ ദിവസവേതനം 160 രൂപ മാത്രം. നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ബീഡി തൊഴിലാളികൾ. നാവികസേനയ്ക്ക് മുതൽക്കൂട്ടായി വീണ്ടും ഏഴിമല നാവിക അക്കാദമി. പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഗവർണർ ഷീല ദീക്ഷിത് സല്യൂട്ട് സ്വീകരിച്ചു. പുറത്തിറങ്ങിയത് 268 കേഡറ്റുകൾ. കേഡറ്റുകളിൽ 26 വനിതകളും. വാർത്തകൾ വിശദമായി. ചെറുകുന്നിൽ ഭാര്യയെ ഭർത്താവ് ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. ഭർത്താവ് അറസ്റ്റിൽ. ചെറുകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമുള്ള റാഷിദ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പുല്ലുംകടവത്ത് അലീമയുടെ മകൾ റംലത്തിനെയാണ് കിടപ്പുമുറിയിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 12ഓടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭർത്താവും ബാർബർ തൊഴിലാളിയുമായ അബ്ദുൾ റൌഫിനെ കണ്ണപുരം SI M മോഹനും സംഘവും അറസ്റ്റ് ചെയ്തു. കൊലയ്ക്ക് ശേഷം പ്രതി അബ്ദുൾ റൌഫ് തന്നെയാണ് അയൽവാസികളെ വിവരമറിയിച്ചത്. തുടർന്ന് അയൽവാസികൾ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തുകയും അബ്ദുൾ റൌഫിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരിക്കൂർ സ്വദേശിയായ അബ്ദുൾ റൌഫ് 5 വർഷമായി ചെറുകുന്നിലാണ് താമസിച്ചു വരുന്നത്. റംലത്തിന്റെ വീട് ചെറുകുന്നിലാണ്. കൊലപാതക സമയത്ത് ക്വാർട്ടേഴ്സിൽ മക്കളാരും ഉണ്ടായിരുന്നില്ല. റംലത്തിന്റെ ബന്ധുവിന്റെ വിവാഹത്തിന് വീട്ടുകാർ റംലത്തിനെ മാത്രം ക്ഷണിച്ച സംഭവത്തിൽ അബ്ദുൾ റൌഫും ഭാര്യയുമായി വാക്കുതർക്കം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കരുതുന്നു. കണ്ണൂർ DVSP J സന്തോഷ്, വളപട്ടണം CI V ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. തലശ്ശേരിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നഗരമധ്യത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലും ആശുപത്രി വാർഡിലുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 മൃതദേഹങ്ങളും ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെയും ജനറൽ ആശുപത്രിയിലെ MS വാർഡിൽ അജ്ഞാതനായ 62കാരന്റെയും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. തമിഴ്നാട് കാട്ട്പാടി ശിവജി നഗറിലെ കണ്ണന്റെ മൃതദേഹമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുള്ളതായി സംശയിക്കുന്നു. ഇന്നലെ രാത്രി ദുർഗന്ധത്തെ തുടർന്ന് പരിസരത്തുള്ളവർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള ബന്ധുക്കൾ തലശ്ശേരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ക്ഷയരോഗത്തിന് ചികിത്സ തേടുകയും പിന്നീട് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്ത 62കാരന്റെ മൃതദേഹമാണ് MSM വാർഡിൽ കണ്ടെത്തിയത്. 2 മൃതദേഹങ്ങളും ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കൂടിയെന്ന് സർക്കാർ കണക്ക് നിരത്തുമ്പോഴും ബീഡി വ്യവസായ മേഖല എരിഞ്ഞു തീരുകയാണ്. ബീഡി തൊഴിലാളികൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി നാമമാത്രമാണ്. തങ്ങൾക്ക് ആശ്വാസകരമായ ആനുകൂല്യം നൽകി പുകയില നിരോധിക്കണമെന്നാണ് ബീഡി തൊഴിലാളികൾ പറയുന്നത്. ഒരു റിപ്പോർട്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ഉപയോഗവും ദൂഷ്യഫലങ്ങളും ചൂണ്ടിക്കാട്ടി ലോകം പുകയില വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ ചുണ്ടത്തെരിഞ്ഞു തീരുന്നത് പോലെ കൈത്താങ്ങില്ലാതെ നാമാവശേഷമാവുകയാണ് ബീഡി വ്യവസായവും. ഒരു കാലത്ത് കൈത്തറിക്കൊപ്പം കണ്ണൂരിന്റെ വ്യവസായ രംഗത്തെ സുപ്രധാന മേഖലയായിരുന്നു ബീഡി വ്യവസായം. അതിന്ന് നേരം പോക്കിന് മാത്രം ബീഡി തെറുക്കുന്നവരുടെയും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഈ മേഖലയിൽ തുടരുന്നവരുടെയും മാത്രം വ്യവസായമായി മാറിയിരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും ബീഡിയുടെ ഉൽപാദനവും ഉപയോഗവും കുറഞ്ഞു വരികയാണ്. വർദ്ധിച്ചു വരുന്ന പുകയില ഉപയോഗം ഒരു തരത്തിലും ഈ വ്യവസായത്തിന് ഉണർവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പാണെന്നും ബീഡി തൊഴിലാളികൾക്ക് സഹായകരമായ പദ്ധതികൾ സർക്കാരുകൾ നടപ്പിലാക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. പുകയില വിരുദ്ധ ദിനത്തിൽ ബീഡി തെറുത്തുകൊണ്ട് മൗവഞ്ചേരിയിലെ മുകുന്ദൻ ചേട്ടനും ഇത് തന്നെയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇത് നിരോധിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിരോധനം മാത്രം പോരാ. ഇവരെ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ഒരു പുനരധിവാസം അത്യാവശ്യമാണ്. ഒരു സിഗരറ്റ് വലിക്കുന്നതും 11 ബീഡി വലിക്കുന്നതും തുല്യമാണ്. അത്രയധികം നിക്കോട്ടിങ് സിഗരറ്റിലുണ്ട്, ബീഡിയിൽ കുറവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ രംഗം ഇത് ഒഴിവാക്കണമെന്ന് നമുക്കുണ്ട്.
നിലവിൽ കമ്പനികൾക്ക് വേണ്ടി ചുരുക്കം ചില ആളുകൾ വീടുകളിലിരുന്നും ജോലിയുടെ ഇടവേളകളിലുമാണ് ബീഡി തെറുക്കുന്നത്. ഇതിൽ നിന്നുള്ള വരുമാനമാകട്ടെ തുച്ഛവും. 1000 ബീഡി തെറുത്താൽ 160 രൂപ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു ബീഡി തൊഴിലാളിയുടെ ദിവസ വരുമാനമാണിത്. ചായക്കു ശേഷം ഒരു ബീഡി, രാഷ്ട്രീയ ചർച്ചകളിൽ ആവേശത്തിനൊരു മുറി ബീഡി, തൊഴിൽ ക്ഷീണമകറ്റാൻ ചുണ്ടത്തൊരു ബീഡി. മലയാളിയുടെ ഈ പതിവുകളെല്ലാം പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള കുത്തകയ്ക്ക് വഴിമാറിയപ്പോൾ നഷ്ടമാകുന്നത് തൊഴിലാളിയുടെ വരുമാനമാർഗം മാത്രമല്ല, ചിരിച്ചും കളിച്ചും ചർച്ച ചെയ്തും പങ്കുവച്ചും തൊഴിലിന്റെ മഹത്വമറിഞ്ഞ ഒരു സംസ്കാരം കൂടിയാണ്. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ പുകവലി മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത്. ഒരു കാലത്ത് കണ്ണൂരിന്റെ രാഷ്ട്രീയ ചർച്ചകളിലും വിവാദങ്ങളിലുമൊക്കെ എരിഞ്ഞു തീർന്നുകൊണ്ടിരുന്ന ബീഡി വ്യവസായവും അതുപോലെ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ദിനംപ്രതി ഉയരുന്നുവെന്ന് പറയുമ്പോഴും പുകവലി കൂടുന്നുവെന്ന് പറയുമ്പോഴും ബീഡികളുടെ പ്രചാരം കുറഞ്ഞു വരികയാണ്. ക്യാമറമാൻ ദിലീപ് ദിവാകറിനൊപ്പം നിഖിൽ മലപ്പട്ടം, സിറ്റി ന്യൂസ്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ഡിവൈഎസ്പി ജെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ക്ലബിന് സമീപത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ ബാൻഡ് മേളം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ഡിവൈഎസ്പി ജെ സന്തോഷ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർമാരായ AP നീതു, സിസ് M ഫിലിപ്പ്, KT മാത്യു, മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. റാലി നഗരം ചുറ്റി KAP പുതിയ ബ്ലോക്ക് പരിസരത്ത് സമാപിച്ചു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, കേരള പോലീസ് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച കവിതാരചനാ മത്സരത്തിൽ സിറ്റി ചാനൽ സീനിയർ റിപ്പോർട്ടർ സുജിയൻ തോട്ടട 1ാം സ്ഥാനം നേടി. അർബുദ രോഗിയുടെ മരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ന രചനയ്ക്കാണ് സമ്മാനം ലഭിച്ചത്. 2ാം സമ്മാനത്തിന് P സന്തോഷ് അർഹനായി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ R നിമിഷ, ശ്രീലക്ഷ്മി സൂരജ് എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടികൾ സമാപിച്ചു. പോലീസ് സഹകരണ ഓഡിറ്റോറിയത്തിൽ കളക്ടർ P ബാലകിരൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ കെയർ സെന്റർ, KPA, KPOA എന്നിവർ സംയുക്തമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ സമാപന സമ്മേളനം കളക്ടർ P ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. പുകവലിക്കെതിരെ ബോധവൽക്കരണമാണ് ഉണ്ടാവേണ്ടതെന്ന് കളക്ടർ P ബാലകിരൺ പറഞ്ഞു. ഒരു ഗുണമില്ല. അതിനകത്ത് മലബാർ ക്യാൻസർ സെന്റർ തന്നെ ഈ പരിപാടിക്ക് സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. സോ ക്യാൻസറും പുകവലി സംബന്ധിച്ചുള്ള ഒരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബന്ധം എനിക്ക് നല്ലതായിട്ട് അറിയാം. ഒരു വർഷം നടത്ത് 65 ലക്ഷം ഡോക്ടർ AC നീതു അധ്യക്ഷത വഹിച്ചു. ലേദി മുഖപത്രത്തിന്റെ പ്രകാശനവും പുകയില വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ഉദ്ഘാടനവും KAP 4ാം ബറ്റാലിയൻ കമാൻഡന്റ് ഡോക്ടർ A ശ്രീനിവാസ് നിർവഹിച്ചു. കണ്ണൂർ ഡിവൈഎസ്പി ജെ സന്തോഷ് കുമാർ, ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി PC പ്രേമരാജൻ, P ചന്ദ്രശേഖരൻ, MG ജോസഫ്, KM മനോജ് കുമാർ, KJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ കളക്ടർ P ബാലകിരൺ വിതരണം ചെയ്തു. 2ാം തീയതി സ്കൂൾ തുറക്കുന്നതും കാത്ത് കുട്ടികൾ കൊതിച്ചിരിക്കുമ്പോൾ അഞ്ചരക്കണ്ടി വേങ്ങാട് മേഖലയിലെ കുട്ടികൾ ഭീതിയിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തും മറ്റും അജ്ഞാത ജീവിയെ കണ്ടതോടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഭീതിയിലാണ്. പ്രദേശത്ത് അടിക്കടിയുള്ള കറണ്ട് കട്ടും ഭീതി വർദ്ധിപ്പിക്കുകയാണ്. അഞ്ചരക്കണ്ടി വേങ്ങാട് മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരാഴ്ച മുൻപാണ് അജ്ഞാത ജീവിയെ നാട്ടുകാർ കാണാൻ തുടങ്ങിയത്. നാട്ടിലിറങ്ങിയത് പുലിയാണെന്ന പ്രചാരണവും ഇതിനിടയിലുണ്ടായി. വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും സമീപവാസികൾ ജീവിയെ കണ്ടിരുന്നു. പലതവണ ബന്ധപ്പെട്ടിട്ടും വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതോടെ പ്രദേശവാസികളുടെ ആശങ്ക അവസാനിക്കാതെ തുടരുകയും ചെയ്തു. അങ്ങനെ ഒരു അജ്ഞാത ജീവി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തിയാലൊരു സമാധാനം ഉണ്ടാവും. മക്കളെ സ്കൂൾ പറഞ്ഞേക്കെ ഇപ്പം അംഗൻവാടിയിലാകുമ്പോൾ അമ്മമാർ കൊണ്ടാക്കും, സ്കൂളാകുമ്പോൾ കുട്ടികൾ തനിച്ചല്ലേ വരുക. അങ്ങനെ ഒരാശങ്ക അമ്മമാർക്ക് ഉണ്ട്. എന്നുവെച്ചാൽ ഈ പ്രദേശം ഇങ്ങനെ കുന്നും പുഴക്കരിയും എല്ലാം കുറച്ച് കാട് പ്രദേശങ്ങളുള്ളത് കൊണ്ട് ഭയന്നിട്ടുണ്ട്. ജീവിയെ കണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ആശങ്കയിലാണ്. വൈദ്യുതി മുടക്കം പതിവായതോടെ ഭീതി ഇരട്ടിയായിരിക്കുകയാണ്. അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുള്ള ഈ പ്രദേശത്തെ വൈദ്യുതി മുടക്കം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്തായാലും ഒരു അപൂർവ ജീവി ഇവിടെ ഭീതി വരുത്തിക്കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ വനംവകുപ്പ് വന്ന് കൂടി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത്. അതൊന്ന് ഊർജിതമാക്കണം. പഞ്ചായത്തിൻ്റെ നല്ല ഇടപെടലും കൂടി വേണമെന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. കണ്ണവം വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അഞ്ചരക്കണ്ടി പുഴയും പ്രദേശത്ത് ബ്രിട്ടീഷുകാർ നടത്തിവന്ന കറുപ്പ കൃഷിയും
അജ്ഞാത ജീവി പുലി തന്നെയാകാമെന്ന നിഗമനത്തിലേക്കാണ് നാട്ടുകാരെ നയിക്കുന്നത്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേങ്ങാട് മേഖലയിൽ പതിവായി അജ്ഞാത ജീവിയെ കാണുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ മാസ്റ്റർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫോറസ്റ്റ് അധികാരികൾ പിന്നെയും വിവരം അറിയിക്കുകയും അവർ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൂട് വെച്ച് പിടിക്കാനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കുന്നിരിക്ക പാലക്കടവ് പ്രദേശത്ത് ഉള്ളത്. ഇത് അടിയന്തരമായും പരിഹരിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നീക്കിയിട്ടില്ലെങ്കിൽ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മുണ്ടേരിയിൽ ഭക്ഷ്യവിഷബാധ. സ്കൂൾ പരിസരത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 10 വിദ്യാർത്ഥികൾക്കാണ് വിഷബാധയേറ്റത്. വിദ്യാർത്ഥികളെ ചക്കരക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഴെച്ചൊവ്വ നടാൽ ബൈപ്പാസ് റോഡ് മാലിന്യമുക്തമാക്കൽ നാളെ തുടങ്ങും. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എടക്കാട്, ചെമ്പിലോട്, എളയാവൂർ, മുഴപ്പിലങ്ങാട് പഞ്ചായത്തുകൾ യോജിച്ചാണ് പരിപാടി നടത്തുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. ചെറുകുന്നിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ചെറുകുന്ന് സ്വദേശിനി റംലത്ത്. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചരക്കണ്ടി വേങ്ങാട് മേഖലയിൽ അജ്ഞാത ജീവി ഭീഷണി. ഭയപ്പാടോടെ പ്രദേശവാസികൾ. സ്കൂളുകൾ തുറക്കുമ്പോൾ മക്കളെ സ്കൂളിൽ വിടാൻ ഭയമെന്ന് രക്ഷിതാക്കൾ. പ്രദേശത്തെ വൈദ്യുതി മുടക്കം പരിഹരിക്കണമെന്ന് ആവശ്യം. ലഹരി വിരുദ്ധ സന്ദേശവുമായി ലോക പുകയില വിരുദ്ധ ദിനം. പുകവലിക്കാർ കൂടുമ്പോഴും ബീഡി വ്യവസായം എരിഞ്ഞുതീരുന്നു. ബീഡി തൊഴിലാളിയുടെ ദിവസവേതനം 160 രൂപ മാത്രം. നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ബീഡി തൊഴിലാളികൾ. നാവികസേനയ്ക്ക് മുതൽക്കൂട്ടായി വീണ്ടും ഏഴിമല നാവിക അക്കാദമി. പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഗവർണർ ഷീല ദീക്ഷിത് സല്യൂട്ട് സ്വീകരിച്ചു. പുറത്തിറങ്ങിയത് 268 കേഡറ്റുകളിൽ 26 വനിതകളും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Diamonds from Bima. Saga Uncut Diamond Jewelry from Lulu Gold. Koili Heart Center, Koili Hospital, Kannur. Bag and Bag Wholesaling Retail, Rajiv Gandhi Road near J School Corner, Kannur. Bobby Cheminor International Groups, Bobby and Maradona Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. മാറ്റത്തിന്റെ മറ്റൊരു നാമം മെട്രോ ഷൂസ് ആൻഡ് ബാഗ്സ്, രാമൻ ഷോപ്പിംഗ് മാൾ, ബാങ്ക് റോഡ്, കണ്ണൂർ. ഹൈവേ തളിപ്പറമ്പ്, മെയിൻ റോഡ് പയ്യൻ. Lil Kids International Grade Preschool near Payyambalam Beach, Mullangandi Palam, Kannur. ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി സെന്റർ ഫോർ ചിൽഡ്രൻ, റെസ്ലോക്ക് ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി സെന്റർ, റെസ്ലോക്ക് ഹോസ്പിറ്റൽ, താവക്കര, കണ്ണൂർ. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി, കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ. ന്യൂ ബ്യൂട്ടി പാലസ്, വൺ ടച്ച് ബ്യൂട്ടി സൊല്യൂഷൻ, നിയർ മൊയ്തീൻ പള്ളി, ബെർണാഡ് റോഡ്, കണ്ണൂർ. Lulu Sarees, Tavakkara Road, Kannur. AVK Nair Road, Talassery. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഗവർണർ ഷീല ദീക്ഷിത് കേഡറ്റുകളെ അഭിവാദ്യം ചെയ്തു. Ladies and gentlemen, behold the magnificent band perform to the tune of നാവിക അക്കാദമി കോഴ്സ് പൂർത്തിയാക്കിയ 86ാം ബാച്ചിലെ 268 കേഡറ്റുകൾക്കാണ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. ഇതിൽ 26 വനിതാ കേഡറ്റുകളും ഉണ്ടായിരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളായ സൻഗ്രാം ആർ, കാശീർ സാഗർ, അഭിഷേക് ശർമ്മ, ചെറിയാൻ ജോണി, ഷിർപ നയ്യാർ എന്നിവരെ ഗവർണർ പുരസ്കാരം നൽകി ആദരിച്ചു. വൈസ് അഡ്മിറൽ പി അജിത് കുമാർ, അഡ്മിറൽ GV രവീന്ദ്രൻ, കളക്ടർ പി ബാലകിരൺ എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിനെത്തി. തുടർന്ന് വിവിധ അഭ്യാസ പ്രകടനങ്ങൾ നടന്നു. ലോകത്തിന് മാതൃകയായ നേവൽ അക്കാദമി രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് ഗവർണർ ഷീല ദീക്ഷിത് പറഞ്ഞു. Needless to add, the passing out parade marks a significant milestone in the lives of the cadets who seek commission as officers in the Indian Navy,
and as Coastal Guard officer. The improvisations undertaken in the training curriculum here, I am convinced that the world-class training is imparted here at the Indian Navy. പരിയാരത്ത് നടക്കുന്നത് സർക്കാർ മാനേജ്മെന്റ് സമവായ കൊള്ളയെന്ന് സാംസ്കാരിക പ്രവർത്തകൻ CR നീലകണ്ഠൻ. കളക്ടറേറ്റിൽ പരിയാരം മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജും കൊച്ചി മെഡിക്കൽ കോളേജും സർക്കാർ ഏറ്റെടുക്കുന്നതായി മാസങ്ങൾക്ക് മുമ്പേ സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതും ഇക്കാര്യം കേരള ഹൈക്കോടതിയിൽ സർക്കാരിനു വേണ്ടി സത്യവാങ്മൂലം സമർപ്പിച്ചതുമാണ്. എന്നാൽ ജനങ്ങളെയും കോടതിയെയും ഒരുപോലെ വഞ്ചിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുൻവർഷങ്ങളിൽ NRI ക്വാട്ടയിലും മറ്റും നടത്തിയ വിദ്യാർത്ഥി പ്രവേശനത്തിലും അനാവശ്യമായി ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റും നടന്ന വൻ അഴിമതി സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ സർക്കാരിന്റെ മുമ്പാകെ ഇരിക്കെ തന്നെയാണ് ഗവൺമെന്റ് ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ച പരിയാരം മെഡിക്കൽ കോളേജിൽ 2014 വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള പൂർണ്ണ അധികാരം ഭരണസമിതിക്ക് വിട്ടുകൊടുക്കുന്നതെന്ന് CR നീലകണ്ഠൻ പറഞ്ഞു. ശമ്പളം പോലും കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് വൻതോതിൽ കോഴ വാങ്ങി ഒരു കോളേജ് നടത്തിയിട്ട് ആ കോളേജ് നഷ്ടത്തിലാവുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രയും വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ്. പൊതുമുതൽ അഴിമതിയിലൂടെ കെടുകാര്യസ്ഥതയിലൂടെ കൊള്ളയടിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കും. പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതി പിരിച്ചുവിട്ട് മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും പൂർണ്ണമായും സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുക, ഭരണസമിതിയും സംസ്ഥാന സർക്കാരും ഒത്തുകളിച്ച് ജനങ്ങളെയും കോടതിയെയും വഞ്ചിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ഡോക്ടർ D. സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പോൾ T. സാമുവൽ, PC. മോഹനൻ, KM. മഹ്ബൂൽ, സാജിറ സഗീർ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ 36ാം വാർഷികവും ലോകകപ്പ് ഫുട്ബോളിന് വിജയാശംസകൾ നേർന്നുകൊണ്ടുള്ള പരിപാടിയും ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. ബ്രസീൽ ലോക ഫുട്ബോളിന്റെ തറവാടാണെങ്കിൽ കണ്ണൂർ കേരളത്തിന്റെ തറവാടാണെന്നും ഫുട്ബോൾ ഫ്രീ കോച്ചിംഗ് സെന്റർ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കളക്ടർ P. ബാലകിരൺ പറഞ്ഞു. ബ്രസീൽ ലോക ഫുട്ബോളിന്റെ നേരത്തെ പറഞ്ഞ പോലെ തറവാടാണെങ്കിൽ കണ്ണൂർ ജില്ല കേരളത്തിന്റെ ഫുട്ബോളിന്റെ തറവാട് തന്നെയാണ്. തറവാടായിരുന്നു, പക്ഷെ തറവാടാവാനുള്ള ഇനി സാധ്യത കൂടി നേരത്തെ ശ്രീ മോഹനനും പറഞ്ഞ പോലെ ആവാൻ സാധ്യതയുണ്ട്. ലോകകപ്പ് വേദിയാകുന്ന ബ്രസീലിലെ മരക്കാന സ്റ്റേഡിയം മാതൃകയിലുള്ള കേക്കാണ് 36ാം പിറന്നാളിന് കലക്ടർ മുറിച്ചത്. ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുൻ ചെയർപേഴ്സൺ MC ശ്രീജ, KP സുധാകരൻ, KP ജയബാലൻ, മുൻ ഇന്റർനാഷണൽ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ കണ്ണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സിറ്റിയിലെ റോഡ് ഉപരോധിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷംസുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ സഭയ്ക്കെതിരെ ജനകീയ സമരം നടത്താൻ മുന്നിട്ടിറങ്ങുക, നഗരസഭ റോഡ് പണിക്ക് വാങ്ങിയ പണം എവിടെ പോയി, കുഴിച്ചെടുത്ത മണ്ണ് മുഴുവൻ യഥാസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ഉപരോധ സമരം. ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അസ്തമിച്ച് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രാദേശിക കക്ഷികൾ പോലും നിലവിലുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ചെരുപ്പ് നക്കികളായി, അതുപോലെ തന്നെ അവർക്ക് ഒത്താശയും കലാപരിപാടികളും മാപ്പിളപ്പാട്ടുകളും അനുകരിക്കുന്ന രീതിയിൽ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് അതേപടി സ്വീകരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് വിവിധ പാർട്ടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരോധ സമരം കാരണം ഇവിടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മുനിസിപ്പൽ പ്രസിഡന്റ് PK ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ആഷിഖ്, CH ഫാറൂഖ്, K സുമീർ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കൽ കപ്പൽ പൊളി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കപ്പൽ പൊളി വിരുദ്ധ സമിതി നടത്തുന്ന സമരം 34ാം ദിവസത്തിലേക്ക് കടന്നു. എഴുത്തുകാരൻ N. പ്രഭാകരൻ സമരത്തെ അഭിസംബോധന ചെയ്തു. കപ്പൽ പൊളി നിർത്തുക, അഴീക്കലിനെ രക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് തുടങ്ങിയ സമരം ശക്തമാവുകയാണ്. കലക്ടർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ സമരം കലക്ടറേറ്റ് പരിസരത്തേക്ക് മാറ്റാനാണ് സാധ്യത. അഴീക്കലിലെ കപ്പൽ പൊളി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ സമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെ സമരപ്പന്തലിൽ ഉപവാസ സമരം നടക്കും. രാവിലെ KC ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. MK മനോഹരൻ, ഷാജഹാൻ, രാജേഷ് വാര്യർ, M. സാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നും ജനകീയ സമരങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് പതിവെന്ന് N. പ്രഭാകരൻ പറഞ്ഞു. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ 1-2 മണിക്കൂർ കൊണ്ടുള്ള പരിശോധന കൊണ്ട് വെളിപ്പെടുന്നത് അല്ല. പല ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആളുകൾ ആ രീതിയിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല.
ഒക്കെ ചിലപ്പോൾ പല തലങ്ങളിലുള്ള അന്വേഷണങ്ങളിലൂടെ മാത്രം വെളിപ്പെടുന്ന കാര്യങ്ങൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കപ്പൽപ്പള്ളിശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട്. സ്വർണം വാങ്ങിയ തുക തിരിച്ചു നൽകാതെ ബ്ലേഡിൽ കുടുക്കിയതായി പരാതി. ഇരിക്കൂർ ചേക്കിന്റെ അകത്ത് മാമൂട്ടിയാണ് പരാതിക്കാരൻ. വായ്പ നൽകിയ തുകയ്ക്ക് ചോദിച്ചപ്പോൾ ബ്ലേഡുകാരനെന്ന് പറഞ്ഞ് കുടുക്കുകയായിരുന്നു അത്രേ. ഇരിക്കൂർ ചേക്കിന്റെ അകത്ത് മാമൂട്ടിയാണ് പരാതിക്കാരൻ. പഴയ സ്വർണം വിൽപ്പന നടത്തുന്ന മാമൂട്ടി കഴിഞ്ഞ ജനുവരി 5-ന് കൂത്തുപറമ്പിലെ നക്ഷത്ര ജ്വല്ലറി ഉടമയായ മാറൂഫിന് 298 ഗ്രാം സ്വർണം വിൽപ്പന നടത്തിയിരുന്നു. ഗ്രാമിന് 2832 രൂപ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ തുക നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു ഇടപാട്. ഈടായി ഒരു സ്റ്റാമ്പ് പേപ്പറും ചെക്കും മാറൂഫ് ഒപ്പിട്ട് തന്നെ ഏൽപ്പിച്ചതായി മമ്മൂട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പിലാക്കുന്ന പ്രീപെയ്ഡ് ഓട്ടോ സംവിധാനത്തിന്റെ നിരക്ക് നിശ്ചയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദിന്റെ സാന്നിധ്യത്തിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ പരീക്ഷണാടിസ്ഥാനത്തിലും വ്യാഴാഴ്ച മുതൽ ഔദ്യോഗികമായും ഓട്ടോകൾ ഓടിത്തുടങ്ങും. അടുത്ത മാസം 2 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഔദ്യോഗിക ഉദ്ഘാടനം 5-ന് വൈകിട്ട് നടക്കും. കണ്ണൂർ നഗരപരിധിയിലെ 12 പോയിന്റുകളിൽ മീറ്റർ ചാർജാണ് ഈടാക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് മീറ്റർ ചാർജിനേക്കാൾ ഉയർന്ന നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ട്രോമ കെയർ യൂണിറ്റിനാണ് നടത്തിപ്പിന്റെ ചുമതല. നിലവിലെ പ്രീപെയ്ഡ് കൗണ്ടർ നവീകരിച്ച് കമ്പ്യൂട്ടർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ സജ്ജീകരിക്കും. ഇതിന് സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്താനാണ് തീരുമാനം. 4 ട്രാക്കുകളിലായി 300 ഓട്ടോകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കും. യാത്രക്കാർക്ക് മഴ നനയാതെ ഓട്ടോ കൗണ്ടറിനടുത്തെത്താൻ ഷീറ്റ് സ്ഥാപിക്കാനും ആലോചനയുണ്ട്. കൗണ്ടറിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 3 തൊഴിലാളികളെ നിയമിക്കും. ട്രാഫിക് പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കും കൗണ്ടർ പ്രവർത്തിക്കുക. ടോക്കൺ ലഭ്യമാക്കാൻ 1 രൂപ ഈടാക്കും. താണ ജംഗ്ഷൻ, സിറ്റി ജംഗ്ഷൻ, കൊയിലി ഹോസ്പിറ്റൽ, ഗാന്ധി സ്ക്വയർ, ലക്ഷക്കാരൻ്റെ വിട, കുഴിക്കുന്ന്, പയ്യാമ്പലം ഗേൾസ് ഹൈസ്കൂൾ, ജില്ലാ ആശുപത്രി, പാലക്കാട് സ്വാമിമഠം റോഡ്, ധനലക്ഷ്മി ഹോസ്പിറ്റൽ, CSC റെക്കോർഡ് ഓഫീസ്, താഴത്തെരു സ്കൂൾ എന്നീ സ്ഥലങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മീറ്റർ ചാർജ് ഈടാക്കുന്ന നഗരപരിധിയിലെ 12 പോയിന്റുകൾ. കാക്കക്കൂടുകളും ഹൈടെക് ആവുന്നു. ചുള്ളിക്കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കിയ കാക്കകൾ ഇപ്പോൾ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കമ്പികളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുമൊക്കെയാണ്. കണ്ണൂർ നഗരത്തിൽ മാത്രം നടത്തിയ പഠനത്തിലാണ് 90% കാക്കകളും പരമ്പരാഗത രീതി ഉപേക്ഷിച്ച് ആധുനിക രീതിയിൽ കൂടുണ്ടാക്കുന്നതായി കണ്ടെത്തിയത്. കണ്ണൂർ നഗരത്തിൽ നിരീക്ഷിക്കപ്പെട്ട 6ഓളം കാക്കക്കൂടുകളിൽ പ്രത്യേക പഠനത്തിന് വിധേയമാക്കിയത് 50 കാക്കക്കൂടുകൾ. ഇതിൽ 40 എണ്ണവും പൂർണ്ണമായും കമ്പികൾ കൊണ്ടുണ്ടാക്കിയവയാണ്. 5 കൂടുകൾ മാത്രമാണ് പകുതിയെങ്കിലും മരക്കമ്പ് ഉപയോഗിച്ചത്. ബാക്കി 5 എണ്ണത്തിൽ പ്ലാസ്റ്റിക് ചരടുകളും പാക്കിംഗ് ടേപ്പുകളും ഏറെയുണ്ട്. പൂർണ്ണമായും മരക്കമ്പുള്ള കൂടുകൾ നഗരപ്രദേശങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എളുപ്പത്തിൽ കൂടുകൾ നിർമ്മിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കാക്കകൾ കമ്പികളും ഫൈബറും ഉപയോഗിക്കുന്നതെന്ന് പരിസ്ഥിതി സ്നേഹിയും പ്രസ് ഫോട്ടോഗ്രാഫറുമായ C. സുനിൽകുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഓടും മരവും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമ്മൾ വിടുക. അതിന് മുമ്പിൽ ഓലയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓല മടയാൻ ആളില്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിലേക്ക് പോയി. ഇപ്പോൾ ഓടും കിട്ടാനില്ലാത്തത് കൊണ്ടും ഇതൊക്കെയാണ് കോൺക്രീറ്റ് ഇതിലേക്കോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കാക്കകൾക്ക് മരക്കമ്പുകൾ പൊട്ടിച്ചെടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ കെട്ടുകമ്പികളും മറ്റേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊരു ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കമ്പ് മടക്കി വളച്ചൊക്കെ വെച്ച് കൂടുണ്ടാക്കാൻ കുറച്ച് അധ്വാനമൊക്കെയാണ്. ഇത് കമ്പിയാകുമ്പോൾ അത്ര അധ്വാനമില്ല. അങ്ങനെയുള്ള ഇത് പുതിയ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ പഠിച്ച ഒരാളാണ് കാക്ക. 1925 ബോംബെ നഗരത്തിൽ റെയിൽ വൈദ്യുതീകരണ സമയത്ത് അവിടുത്തെ കാക്കകൾ അലൂമിനിയം കമ്പികൾ ഉപയോഗിച്ച് കൂടുണ്ടാക്കിയതും പലപ്പോഴും ലൈൻ ഷോർട്ടായതും സംബന്ധിച്ച് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1930കളിൽ ബോംബെയിൽ കണ്ണട ഫ്രെയിമുകൾ ഉപയോഗിച്ച് കൂടുകൂട്ടിയ കാക്കയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കാൽടെക്സിൽ തണൽ മരങ്ങൾ മുറിച്ചപ്പോൾ വീണ് കാക്കക്കൂടുകളിൽ നിന്ന് കമ്പികൾ ശേഖരിച്ച് ആക്രിക്കാർക്ക് വിറ്റത് വാർത്തയായിരുന്നു. ഏറ്റവും ബുദ്ധിയുള്ള പക്ഷി എന്ന നിലയിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാക്കകളുടെ ശീലമാണ്. എളുപ്പം വളക്കാനും തിരിക്കാനും കഴിയുന്നത് കൊണ്ടാവണം കമ്പികൾ ഉപയോഗിക്കുന്നതെന്നാണ് പക്ഷി നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സിറ്റി മേഖലാ സമ്മേളനം പോലീസ് ക്ലബിൽ നടന്നു. ഡിവൈഎസ്പി ജെ. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സേവനകാലത്തുണ്ടാകുന്ന ബന്ധങ്ങളും സൗഹൃദങ്ങളും ശിഷ്ടകാലത്തും നിലനിർത്തണം. സാമൂഹ്യ സേവനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ബന്ധങ്ങൾ സഹായകമാകുമെന്ന് ഡിവൈഎസ്പി ജെ. സന്തോഷ് കുമാർ പറഞ്ഞു. പോലീസിലുള്ള കാലഘട്ടത്തോളം പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും മറ്റുമുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ
തന്നെ നോക്കണമെന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മറ്റു പല ജില്ലകളിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഒരു ജില്ലകളിൽ എല്ലാ ജില്ലകളിലും ജോലി ചെയ്തിട്ടുള്ള എനിക്ക് ആദ്യമായിട്ടാണ് പോലീസ്. MD വേണുഗോപാലൻ, N നാരായണൻ, KV പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. വളപട്ടണം പഞ്ചായത്ത് ലൈബ്രറി സംഘടിപ്പിച്ചു വന്ന അവധിക്കാല പഠന ക്യാമ്പിന് സമാപനമായി. KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള പഠനക്കൂട്ടങ്ങളുടെയും ചങ്ങാതിക്കൂട്ടങ്ങളുടെയും നാടും മണ്ണും പരിസരവും വായുവുമൊക്കെ സ്പർശിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ പഠനകാലത്ത് ലഭിക്കാത്തതിന്റെ എത്രയോ വലിയ എക്സ്പീരിയൻസ് ആണ്. പഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ 2 മാസമായി നടന്നുവരുന്ന അവധിക്കാല പഠന ക്യാമ്പ് പഠനക്കൂട്ടം സമാപിച്ചു. പഞ്ചായത്ത് മൈതാനിയിൽ കുട്ടികൾ കൂട്ടത്തോടെ പട്ടം പറത്തിയാണ് അവധിക്കാലത്തിന് വിട പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് M അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം E സെറീന, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി E ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാമ്പ് അംഗങ്ങളായ അപർണ, വിസ്രുത്, ഫാത്തിമ, ജിതിൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ലൈബ്രറി അംഗങ്ങളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച മുഹമ്മദ് സിനാനെയും ആദരിച്ചു. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. പള്ളിക്കുന്ന് സ്വദേശിയായ ചിത്രകാരൻ രാജീവനെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങൾ. നവാഗതരെ വരവേൽക്കാൻ നഗരത്തിലെ സ്കൂളുകൾ വർണ്ണചിത്രങ്ങളാൽ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഒരുക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിരലുകൾ ഈ അനുഗ്രഹീത ചിത്രകാരൻ്റെതാണ്. ജീവൻ തുടിക്കുന്ന ഈ ചിത്രങ്ങളിലൊക്കെ പള്ളിക്കുന്ന് ഐശ്വര്യ ഹൗസിലെ രാജീവന്റെ കരസ്പർശവും മനസ്പർശവുമുണ്ട്. രാജീവന് ചിത്രം വര ജീവിതമാർഗമാണ്. അതുകൊണ്ട് തന്നെ മനസാന്നിധ്യവും ആത്മാർത്ഥതയും ഈ മുഖത്ത് നിന്ന് ഒരിക്കലും മായില്ല. ജീവിതത്തിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ എവിടെ എന്ത് എന്നതിനുമപ്പുറം വരയാണ് രാജീവന് മുഖ്യം. അക്ഷരമുറ്റത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകൾക്ക് സ്വാഗതമരുളുന്ന വിദ്യാലയ ചുവരുകളിലും ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവയിലും വീടുകളുടെ ഭിത്തിയിലുമൊക്കെ രാജീവൻ ഒരുക്കി വെച്ച നിറച്ചാർത്തുകളുണ്ട്. ചായക്കൂട്ടുകളിൽ മുക്കി ബ്രഷ് കാൻവാസിലേക്ക് ഉയർത്തുമ്പോൾ മനസ്സിൽ ആശയങ്ങൾ മൊട്ടിട്ടു തുടങ്ങും. ഓരോ സ്പർശത്തിലൂടെയും 100 വികാരങ്ങളും ആശയങ്ങളും പകർന്ന് വര പൂർണ്ണമാകുമ്പോൾ ആരും ഒന്ന് നോക്കിപ്പോകും. ഈ കലാകാരന്റെ കഴിവിനെ മനസ്സു നിറഞ്ഞ് അനുമോദിക്കും. അംഗീകാരങ്ങളോ അഭിനന്ദനങ്ങളോ ഒന്നും. ഇനി കാണാക്കാഴ്ച. പുനഃസൃഷ്ടി കാത്തു കിടക്കുന്ന കക്കാട് പുഴയിൽ നിന്നാണ് ഇന്നത്തെ കാണാക്കാഴ്ച. വെള്ളക്കാരനും കറുത്തവർഗക്കാരനും 2 തട്ടിൽ നിന്ന പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു ഈ കാഴ്ച. അന്ന് ആധിപത്യം സ്ഥാപിക്കാനായിരുന്നുവെങ്കിൽ ഇന്ന് ഭക്ഷണത്തിന് വേണ്ടിയാണ് കറുപ്പും വെളുപ്പും മത്സരിക്കുന്നത്. സ്വർണം വെള്ളി നിരക്ക്. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം ഗ്രാമിന് 2575 രൂപ, പവന് 20,600 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ, 10 ഗ്രാമിന് 440 രൂപ. അറിയിപ്പ്. കണ്ണൂർ പ്രകൃതി ജീവന സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ നാഡീ പരിശോധനയും ജില്ലാതല ആരോഗ്യ പ്രകൃതി ജീവന ബോധവൽക്കരണ ക്യാമ്പും നാളെ 9-ന് കണ്ണൂർ യോഗശാല ഹാളിൽ നടത്തും. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് കരട് പട്ടിക പരിശോധനാ ഗ്രാമസഭ 1-ന് രാവിലെ 9 മണിക്ക് വാർഡുകളിൽ ചേരും. പൈതൽ P കാഞ്ഞിരോട് രചിച്ച കവിതാ സമാഹാരം ഹരിശ്രീയുടെ പ്രകാശനം ജൂൺ 1-ന് 10 മണിക്ക് കുടുക്കിമൊട്ട നവോദയ വായനശാല ഹാളിൽ നടക്കും. SSLCക്ക് ഉന്നത വിജയം നേടിയ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് പൊക്കൻ മാസ്റ്റർ സ്മാരക കാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 15-നകം അപേക്ഷിക്കണം. ബന്ധപ്പെടേണ്ട നമ്പർ 9847415802. സാന്ത്വനം വയോജന സദനം സാന്ത്വനം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 15-നകം അപേക്ഷിക്കണം. ബന്ധപ്പെടേണ്ട നമ്പർ 9387475566. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping.
ചെറുകുന്നിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ചെറുകുന്ന് സ്വദേശിനി റംലത്ത്. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചരക്കണ്ടി വേങ്ങാട് മേഖലയിൽ അജ്ഞാത ജീവി ഭീഷണി. ഭയപ്പാടോടെ പ്രദേശവാസികൾ. സ്കൂളുകൾ തുറക്കുമ്പോൾ മക്കളെ സ്കൂളിൽ വിടാൻ ഭയമെന്ന് രക്ഷിതാക്കൾ. പ്രദേശത്തെ വൈദ്യുതി മുടക്കം പരിഹരിക്കണമെന്ന് ആവശ്യം. ലഹരി വിരുദ്ധ സന്ദേശവുമായി ലോക പുകയില വിരുദ്ധ ദിനം. പുകവലിക്കാർ കൂടുമ്പോഴും ബീഡി വ്യവസായം എരിഞ്ഞുതീരുന്നു. ബീഡി തൊഴിലാളിയുടെ ദിവസവേതനം 160 രൂപ മാത്രം. നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ബീഡി തൊഴിലാളികൾ. നാവികസേനയ്ക്ക് മുതൽക്കൂട്ടായി വീണ്ടും ഏഴിമല നാവിക അക്കാദമി. പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഗവർണർ ഷീല ദീക്ഷിത് സല്യൂട്ട് സ്വീകരിച്ചു. പുറത്തിറങ്ങിയത് 268 കേഡറ്റുകൾ. കേഡറ്റുകളിൽ 26 വനിതകളും. വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.